രക്ഷകൻ ജീവിക്കുന്നു. ഉറങ്ങുന്നു കല്ലറയിൽ ഉലകമഹാത്മാവൊരു ഉറങ്ങുന്നു കല്ലറയിൽ നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടും. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടും. കലുഷതയകറ്റി തന്നു നിർത്തുടത്തിൽ ഉത്സുകരായിരിക്കും ജീവിക്കവേ അനസര ശരിയാമോ സമ്മളാത്മനാഥൻ ജീവിക്കവേ അലസര ശരിയാമോ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിരജയരാജൻ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിരജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, പിതാവേ, ഞങ്ങളുടെ അരുമനാഥ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ താവേ, ഞങ്ങളുടെ പ്രിയമാൻ ഇന്ന് സ്നാനപ്പെടുവാനായിട്ട് പോവുകയാണല്ലോ. ആ ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞങ്ങൾ കർത്താവെ ഇതിന് വിപുലമായിരിക്കുന്നത്. കർത്താവെ, ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ നടത്തുന്ന അവിടുത്തെ ദാസനെ സഹായിക്കണം. കർത്താവിന്റെ നാമം മോശപ്പെടുവാൻ സർവാന്തരവുള്ളവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ശ്രീമാനായി പ്രാർത്ഥിക്കുന്നു. അവനെ രക്ഷിക്കപ്പെടുവാനുള്ള വലിയ ഭാഗ്യ പദവി അവിടുന്ന് നൽകിയതിനായി സ്തോത്രം. കർത്താവെ, ഈ ലോകത്തിൽ ഈ ലോക സർവവും നേടിയാലും കർത്താവെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നാശകരമായ അവസ്ഥയാണല്ലോ. ഏറ്റവും അത് ആ കർത്താവെ നാശക്കുഴിയിലേക്കാണല്ലോ ഞങ്ങൾ പോകുന്നത്. എന്നാൽ അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. കർത്താവെ, പ്രിയമകനും അത് അംഗീകരിക്കുവാൻ, അത് വിശ്വസിപ്പാൻ, കർത്താവെ ആ ഭാഗ്യ പദവിയിലേക്ക്, ദൈവമകനെന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കും. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാല് ദൈവ കൽപ്പനയാകുന്ന സ്നാനം അതനുസരിക്കണമെന്നുള്ള താല്പര്യം പ്രിയമകന് കൊടുത്തു. കർത്താവെ, ഇന്ന് അതിന്റെ നിവർത്തീകരണം നടക്കുകയാണല്ലോ. കർത്താവ് പ്രിയമകനെയും അനുഗ്രഹിക്കണമേ. ആവശ്യമായ എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. വരുന്നാൽ ആളുകളിൽ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ നാമം പ്രിയമകനിൽ കൂടി മഹത്വപ്പെടുവാനും ഞങ്ങളുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹപാത്രമായി തീരുവാനും പ്രിയമകനെ സഹായിക്കണം. ശുശ്രൂഷകളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ച് ആദരിച്ചാട്ട് എല്ലാം ഞങ്ങൾക്കായി ജീവനെ തന്ന കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. 1241 പാട്ട് പാടി. യേശുവിൻ സ്നേഹമുള്ള സോദരരേ വരുവിൻ. യേശുവിൻ സ്നേഹമുള്ള സോദരരേ
നിമഞ്ജനം കഴിപ്പാൻ വന്ന ചരിതമോത്തിടുവിൻ നിമഞ്ജനം കഴിപ്പാൻ വന്ന ചരിതമോത്തിടുവിൻ സ്നാപകയോഹന്നാനാം സ്നാനം പ്രതിഗ്രഹിപ്പാൻ സ്നാപകയോഹന്നാനാം സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. ഇല്ല കുഴപ്പമില്ല ഇല്ലില്ല പിടിച്ചു വേണേ പിടിച്ച് വേണം ഓരോ സ്റ്റെപ്പും ചവിട്ടി ചോട്ടാണ് പിടിയില്ല എന്താണ് അതാന്ന് വെച്ചാൽ വാക്കതാണ് തിരിഞ്ഞു സപ്പോർട്ടിന് ആൾ വേണം നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. ഒരു നിമിഷം സൗന്ദര്യാർക്ക് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കൽവറിയിൽ പരമയാഗമായി തീർന്ന ഞങ്ങളുടെ കർത്താവിനെ ഹൃദയക്കണ്ണുകളാൽ കണ്ടുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധി നിൽപ്പാൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടെ ഞങ്ങൾക്ക് ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൽപ്പനയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നവരായിരുന്നു. അവിടെ ഞങ്ങളെ കരുണാസമ്പന്നനായ ദൈവം സ്നേഹിച്ചു, ഞങ്ങളെ പേർചൊല്ലി വിളിച്ചു, അവിടുത്തെ മക്കളാക്കി തീർത്തു. ആ നിലയിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ തക്കണം അവിടെ ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രിയ ബെന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെറുപ്രായത്തിൽ കർത്താവിനെ കണ്ടെത്തുവാൻ തക്കോണം, കർത്താവിനെ രക്ഷകനായിട്ട് ഉള്ളത്തിൽ സ്വീകരിപ്പാൻ തക്കോണം അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അനേക യൗവനക്കാർക്ക് ലഭിക്കാത്തൊരു പദവി ഇത് കർത്താവെ ഞങ്ങൾ ഓർക്കുമ്പോൾ എത്ര സന്തോഷകരമായ ഒരു നിമിഷമാകുന്നു എന്നുള്ളതാണ്. ലോകത്തോട് പരസ്യമായിട്ട് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കോണം, അതെ പ്രസ്താവിപ്പാൻ തക്കോണം അവന്റെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന നല്ല ധൈര്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഒരു വല്ലാത്ത ലോകത്തിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ കേട്ടതുപോലെ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ ലോകത്തെ വെറുത്ത് എന്റെ കർത്താവിനെ സ്നേഹിച്ച് അവന്റെ മകനായി തീരുവാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ തക്കോണം തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ സ്നാന ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന നാഥനായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണം. സാക്ഷ്യമായി നടക്കുന്ന ജനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഏവർക്കും ആ കർത്താവിനെ ഒരേ സ്വരത്തിൽ മഹത്വപ്പെടുത്തുവാൻ തക്കോണം കർത്താവ് ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അവിടുത്തെ തൃപ്പാത്തിൽ തരുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രത്തോടുകൂടി തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമുള്ള നാമത്തിൽ തന്നെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയണം കേട്ടോ. നന്ദനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും
കാണാൻ കഴിയാത്തവനുമായ സത്യ ദൈവവും നിത്യജീവനുമായ ഏക സത്യ ദൈവത്തെ വെളിപ്പെടുത്തി ഈ ലോകത്തിലേക്ക് കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ച് കുരിശിൽ കയറി മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിനെ നീ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ യേശുക്രിസ്തു നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരും എന്ന് നീ പ്രത്യാശിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. പ്രിയ മകൻ അവൻ്റെ തീരുമാനത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയുള്ളതിനാൽ ഞാൻ ഈ പ്രിയ മകനെ ഈ ജലത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരുന്ന് ദൈവത്തിൻ്റെ വചനവും അതുപോലെ തന്നെ കർത്താവിനെയും സ്നേഹിച്ച് ജീവകിരീടത്തിന് പ്രാപ്തനാകുവാൻ സർവേശ്വരൻ നിന്നെ സഹായിക്കുമാറാകട്ടെ. ഒന്നാം മനുഷ്യനുത എന്നേക്കുമായി മരിച്ചു. ഒന്നാം മനുഷ്യനുത എന്നേക്കുമായി മരിച്ചു എന്നുള്ള സത്യമാവു കാട്ടുന്ന കർമ്മമിത്. എന്നുള്ള സത്യമാവു കാട്ടുന്ന കർമ്മമിത്. പുതിയ ജീവനത്രേ മേലാൽ ഭരണം ചെയ്യൂ നമ്മേ. പുതിയ ജീവനത്രേ മേലാൽ ഭരണം ചെയ്യൂ നമ്മേ. തന്നോടു കൂടി നാമും ഒന്നായി മരിച്ചുയർപ്പാൻ. തന്നോടു കൂടി നാമും ഒന്നായി മരിച്ചുയർപ്പാൻ. ഒന്നാം മനുഷ്യനെ നാം യോസേഫിൻ കല്ലറയിൽ. ഒന്നാം മനുഷ്യനെ നാം യോസേഫിൻ കല്ലറയിൽ പിടിച്ചു സംസ്കരിപ്പാൻ സ്നാനം ജലത്തിലാണിടുവേ. പിടിച്ചു സംസ്കരിപ്പാൻ സ്നാനം ജലത്തിലാണിടുവിൻ. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. അൻപുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മകൻ ബെന്നിൻ്റെ സ്നാനത്തിനു വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് പ്രിയ മകനെ ദൈവം ഒരുക്കി ആ വിധത്തിൽ ആ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദമായതുകൊണ്ട് തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവിനെ പരസ്യമായി സാക്ഷീകരിക്കുവാൻ ഞങ്ങളുടെ പ്രിയ മകനോട് കർത്താവ് കൃപ കാണിച്ചതുകൊണ്ട് സ്തോത്രം. അവന് ആ കൽപ്പന അനുസരിക്കുവാനുള്ള താല്പര്യം കർത്താവ് വചനത്തിലൂടെ നൽകിയതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഞങ്ങൾ വിശുദ്ധ ദൂതന്മാരുടെയും സഭയുടെയും സാക്ഷിയായിട്ട് സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങളോട് കൃപ കാണിച്ചതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ഈ ശുശ്രൂഷയെ ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ, സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച പ്രിയ മകനായിട്ട് സ്തോത്രം. അവൻ്റെ ജീവിതം വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് കർത്താവെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവ് മഹിമയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ അവനും കർത്താവെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത് കാണുവാൻ
കർത്താവെ സഭയ്ക്കും ലോകത്തിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ കർത്താവെ വെളിച്ചം അവനിൽ കാണുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. അവന് വേണ്ട എല്ലാ കൃപകളും കർത്താവ് വരുന്ന ദിവസങ്ങളിൽ നൽകി അവനെ കർത്താവ് സഹായിക്കണമേ. പ്രത്യേകാലം അവന്റെ മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. അവനെ കർത്താവിന്റെ സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ സഭയ്ക്കായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സഭയ്ക്ക് കൊടുത്ത താല്പര്യത്തിനായിട്ട് ആ കർത്താവെ ക്രമീകരണങ്ങൾക്കായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവനെ ആത്മീയമായി വളർത്തിയ കർത്താവെ സഭയിലെ ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. സൺഡേ സ്കൂളിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിലുള്ള കർത്താവെ ആത്മീക പിതാക്കന്മാർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഉപദേശിച്ച അവിടുത്തെ ദിവ്യമായ ആത്മാവിനായിട്ടും അതിൻ്റെ മാധ്യമങ്ങൾക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് ആദരിച്ചതുകൊണ്ട് സ്തോത്രം. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്നുള്ള സമയങ്ങളിലും അങ്ങയുടെ കൃപയും പരിപാലനവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അവിടുന്ന് ആദരിക്കുന്നതേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വീണ്ടും പ്രാർത്ഥിക്കും. സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത കൽപ്പനയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് വിളിച്ചുകൂട്ടിയ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. എത്രത്തോളം ശുശ്രൂഷ അനുഗ്രഹിച്ച സ്തോത്രം. പ്രിയമായ ബലിനായി സ്തോത്രം ചെയ്ത കർത്താവേ, അവനെടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് കർത്താവേ എൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അവന് ലോകത്തിൽ ജീവിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അവൻ്റെ ജീവിതത്തിൽ കർത്താവെ മാറ്റത്തോടുകൂടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യഥാർത്ഥ ഒരു ദൈവമായ മകനായി തന്നെ ഈ ലോകത്തിൽ ജീവിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ലോകത്തിലുമാണ് ഞങ്ങളായിരിക്കുന്നത്. അവനെ അവിടുന്ന് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവ് ശുശ്രൂഷ ദൂരപ്പാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയ സ്തോത്രം. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിച്ച സ്തോത്രം. പ്രിയ മകനെ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത്, പ്രിയ സൈജിയെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആവശ്യമായ കൃപ കുടുംബമായിട്ട് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേരണ അസംബ്ലിക്കായി സ്തോത്രം. കർത്താവ് ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് ചുമൽ കൊടുക്കുവാൻ, നേതൃത്വം കൊടുക്കുവാൻ അവിടുന്ന് കൊടുത്ത കർത്താവെ എല്ലാ ദൈവമുറയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. സാക്ഷികളായി ഞങ്ങൾക്ക് ഇത്രയും പ്രിയപ്പെട്ടവർ കടന്നു വരുവാനിടയായി പ്രിയ മകനെ കർത്താവെ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. അവനെ അനുഗ്രഹിക്കണം, സഹായിക്കണം. യഥാർത്ഥ ഒരു ദൈവമാനായി തന്നെ അവൻ ജീവിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച ഈ വിഷയത്തോടും അത് സംസാരിച്ച അവിടുത്തെ മക്കളോടും കർത്താവെ ശുശ്രൂഷ ദാസനോടും പ്രിയ പൈതലിനോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.